Data Structure Programming Lab for Complementary Paper. Dear students, today we will discuss about the program Implementation of Bubble Sort. എങ്ങനെ ബബിൾ സോർട്ട് ഇംപ്ലിമെന്റേഷൻ ചെയ്യാന്നുള്ള പ്രോഗ്രാമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആ പ്രോഗ്രാം എങ്ങനെ ബബിൾ സോർട്ടിന്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഇനീഷ്യൽ അറേ. ഓക്കെ, 5, 3, 8, 4, 6 എന്നാണ് ഇനീഷ്യൽ അറേ. ഇവിടെ ഓരോന്നും ഓരോ പാസ് നമുക്ക് പറയാൻ പറ്റും. ഓരോ ഐട്രേഷനിലും എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് ഐട്രേഷന്റെ ഫസ്റ്റ് പാസിലെ കണ്ടന്റ് ആണ് കംപ്ലീറ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് രണ്ട് വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കും, 5ഉം 3ഉം. ഇപ്പൊ ലാർജസ്റ്റ് 5 ആണെങ്കിൽ ഇതിൽ ഫസ്റ്റ് വാല്യൂ ആണ് 5 എങ്കിൽ ഇത് സ്വാപ്പ് ചെയ്യണം അല്ലെ, 5 ഇങ്ങോട്ട് കൊണ്ടുവരും, 3 ഇവിടെ വരും, ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യുക, സ്വാപ്പ് ചെയ്യുക. അപ്പൊ അങ്ങനെ കേസാണ് ഇവിടെ ഉള്ളത്. ഇനി ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു പോർഷനിൽ നിന്നാണ് ഇങ്ങോട്ട് ചെക്ക് ചെയ്യുക. 5ഉം 8ഉം തൊട്ടടുത്ത വാല്യൂസ് ചെക്ക് ചെയ്യും. അപ്പോൾ ലാർജസ്റ്റ് ഏതാണ്? 8 തന്നെയാണ് അല്ലേ. അപ്പൊ ഇത് അതുപോലെ തന്നെ ലീവ് ചെയ്യും, സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ 8ഉം 4ഉം ചെക്ക് ചെയ്യും. അപ്പോൾ അതിൽ 8 ആണ് ലാർജസ്റ്റ്, അത് ഇങ്ങോട്ടും ജസ്റ്റ് സ്വാപ്പ് ചെയ്യും. ദെൻ 8ഉം 6ഉം ചെക്ക് ചെയ്യും, അതും 8 ലാർജസ്റ്റ് ആണ് അല്ലെ, ഇവരാണ് ലാർജസ്റ്റ് വരുന്നത്, ഇതെന്ത് ചെയ്യും ഇങ്ങോട്ട് ചെക്ക് ചെയ്യും. നമുക്ക് കണ്ടീഷൻ നോക്കണം. ഇഫ് എന്നുള്ള കണ്ടീഷനിലാണ് ഇഫ് ഐ ഗ്രേറ്റർ ദാൻ ഐ പ്ലസ് ജെ അല്ലെങ്കിൽ ഐ പ്ലസ് 1 എന്നുള്ള കണ്ടന്റ് നമുക്ക് എങ്ങനെയാണ് പ്രോഗ്രാം കോഡ് നോക്കാം, അത് വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 8 ആണ് ലാർജസ്റ്റ് വന്ന് ഫസ്റ്റ് പാസ് കഴിയുമ്പോൾ ഈ ലാർജസ്റ്റ് എലമെന്റ് അറേയിൽ ഏതാണോ അത് റൈറ്റ് സൈഡിൽ വരെ അലോക്കേറ്റ് ചെയ്ത് വരും. ഇത് സോർട്ടഡ് ആയി, ഈ ഒരു എലമെന്റ് സോർട്ടഡ് ആയി കിട്ടി. ഇനി നെക്സ്റ്റ് പാസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇത്രയും പോർഷനെ ചെക്ക് ചെയ്യുള്ളൂ അല്ലെ, ഈ ഒരു പോർഷൻ. കാരണം ഇത് സോർട്ടഡ് ആയി, ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് വരെ കിട്ടി. ഈ 3 n വാല്യൂസ് ഇപ്പോൾ 1, 2, 3, 4, 5 കണ്ടോ, 5 വാല്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ n വരെ നമ്മൾ ചെക്ക് ചെയ്ത് ഫസ്റ്റ് പാസിൽ. സെക്കൻഡ് പാസിൽ n-1 വരെ ചെക്ക് ചെയ്താൽ മതി. തേർഡ് പാസിൽ n-2 വരെ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ n-2 ചെയ്യുമ്പോൾ ഈ ഒരു 3 വാല്യൂസ് ഓൾറെഡി സോർട്ടഡ് ആയി കിട്ടിയിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് കേസിൽ n-3, n-4, n-5. n-5 എന്ന് പറഞ്ഞാൽ 5 - 5 0. അപ്പൊ പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം സോർട്ടഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, നോക്കി ഈ ഒരു എക്സാമ്പിൾ നോക്കി. ഇവിടെ നോക്കി ഒരു ഫസ്റ്റ് പാസ് ചെയ്തപ്പോൾ ഇത് വാല്യൂസ് 6 വാല്യൂസ് ഉണ്ട്. ഫസ്റ്റ് പാസ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സോർട്ടായി കിട്ടി. സെക്കൻഡ് പാസ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഇങ്ങനെ ഒരു ഫസ്റ്റ് പാസിലുള്ള ഒരു ഐട്രേഷൻ ആണ് കേട്ടോ. ഓരോ ഐട്രേഷൻ ആണ്. ഫസ്റ്റ് പാസ് ആണ് ഈ കംപ്ലീറ്റ് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്ത കൂടെ ലാസ്റ്റ് എത്തുമ്പോൾ n വരെ സോർട്ട് ചെയ്ത് ഐട്രേഷൻ വരെ ചെയ്യുമ്പോൾ ഈ ഒരു 9 എന്ന വാല്യൂ ഇവിടെ സോർട്ടായി കിട്ടി. ഓക്കെ, സെക്കൻഡ് പാസിൽ ഇവിടെ വരുന്ന കേസ് നോക്കി, ഈ ഒരു n-1 വരെ ഇതുവരെ ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഇത് എന്തായി സോർട്ടഡ് ആയി കിട്ടി. ഇനി ഇത് രണ്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഇവിടെ വരുന്ന നോ സ്വാപ്പ്. സ്വാപ്പ് ചെയ്യേണ്ട, അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചെക്ക് ചെയ്യാതെ തന്നെ ഓൾറെഡി സോർട്ടഡ് ആയി കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്ത പാസിൽ നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ഇത് ഫൈനൽ പാസ് എന്ന് പറയുന്നത് എക്സെട്രാ പോയിട്ട് ഫൈനൽ പാസിൽ ഇത് ഓൾറെഡി സോർട്ടഡ് ആയിരിക്കും കണ്ടോ. ഈ ഇവിടെ വരുന്ന 4, 6, 8, 9 സോർട്ടഡ് ആയിരിക്കും. ഈ രണ്ട് വാല്യൂ മാത്രം സോർട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് n-1, n-2 എന്നൊക്കെ പറഞ്ഞാൽ ലാസ്റ്റ് n-n വരെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ n-n വരെ എത്തി കഴിഞ്ഞാൽ പിന്നെ വാല്യൂ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം 0 ആയി വരും. n-1, 5 - 1 ഇവിടെ 6 - 6 എന്നാ വരിക. അപ്പോൾ അതോടുകൂടി 0 ആയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു കേസ് മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ബാക്കിയെല്ലാം സോർട്ടഡ് ആയിട്ടുണ്ടാവും. ഇതാണ് ഇതിന്റെ ബബിൾ സോർട്ടിന്റെ കൺസെപ്റ്റ്. ഓക്കെ, നോക്കാം, സോഴ്സ് കോഡ് നോക്കാം. ഓക്കെ, ഹാഷിംഗ് കോഡ് stdio.h, ഹാഷിംഗ് കോഡ് conio.h, ഇന്റ് മെയിൻ. ഇതൊരു അറേ റെപ്രസെന്റേഷൻ കൊടുത്തു. 10 വാല്യൂസ് ഇൻസെർട്ട് ചെയ്യാം മാക്സിമം. ദെൻ n-i-j-temp വേരിയബിൾ അസൈൻ ചെയ്തു. എന്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ്, എത്ര നമ്പേഴ്സിന്റെ അറേയിൽ നിന്ന് ആദ്യം എൻ്റർ കൊടുക്കും. മാക്സിമം നമുക്ക് 10 വരെ അലോക്കേറ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ 7, 6 എന്ന നമ്പർ കൊടുത്തു. ദെൻ എന്റർ ദ എലമെന്റ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എലമെന്റ്സ് അറേയിലോട്ട് റീഡ് ചെയ്യില്ല, എങ്ങനെയാ ഫോർ ലൂപ്പ് വെച്ച് റീഡ് ചെയ്യുക അല്ലെ. സ്കാനർ പെർസെന്റേജ് a(i) റീഡ് ചെയ്തു. ദെൻ അൺസോർട്ടഡ് അറേ, നമ്മൾ സോർട്ട് ചെയ്ത ആ അറേ ജസ്റ്റ് അതുപോലെ പ്രിന്റ് ചെയ്യിപ്പിക്കുക. അത് വേണ്ടിയിട്ട് കൊടുത്ത കോഡാണ് ഇത്. ജസ്റ്റ് അറേയിലുള്ള വാല്യൂസ് അത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ദെൻ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഇതാണ് സോർട്ട് ചെയ്യാനുള്ള മെത്തേഡ്. ഇവിടെ നമുക്ക് എങ്ങനെ സോർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഇത് സോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫോർ i is equal to 0, i less than n, i plus plus. അറേയിലുള്ള ഡാറ്റ റീഡ് ചെയ്യാനുള്ളതാണ്, കാരണം അറേയിലാണ് ഇപ്പോൾ ഡാറ്റ ഉള്ളത്. ആ അറേ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം ഓരോന്നും. ഇതാണ് ഫസ്റ്റ് ഫോർ ലൂപ്പ് വയ്ക്കുന്നത്. ദെൻ സെക്കൻഡ് ഫോർ ലൂപ്പിൽ വെക്കും j is equal to 0, j less than n, j plus plus. ഇവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഓരോ ഐട്രേഷൻ വെച്ച് വരാം. ഇതാണ് ഒരു ഐട്രേഷന്റെ സ്റ്റേറ്റ്മെന്റ്, ഒരു ഐട്രേഷന്റെ. ദെൻ ഇതാണ് ഫസ്റ്റ് പാസിന്റെ ഐട്രേഷൻ. ഫസ്റ്റ് പാസ്, സെക്കൻഡ് പാസ്, തേർഡ് പാസ് എന്ന് പറഞ്ഞല്ലോ. ആ ഫസ്റ്റ് പാസിന്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ പറയുന്നത്. ഇത് ഓരോ സിംഗിൾ ഐട്രേഷന്റെ സ്പേസ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു പാസിൽ തന്നെ മൾട്ടിപ്പിൾ ഐട്രേഷൻ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഐട്രേഷന്റെ പോർഷൻ ആണ് ഇവിടെ ജെ എന്ന് പറഞ്ഞതിൽ. അതുപോലെ ഫസ്റ്റ് പാസ്, സെക്കൻഡ് പാസ്, ഫൈനൽ പാസ് എന്ന് പറഞ്ഞ ആ ഒരു കേസാണ് ഇത് നോക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ i ലെസ് ദാൻ n എന്ന് പറയണ്ടല്ലേ. അപ്പൊ അതിന്റെ വില ഇൻക്രിമെന്റ് പോയിട്ട് ഇവിടെ 5 ലെസ് ദാൻ 5 എന്നാണ് വരും. ആ ഒരു കേസ് എക്സിറ്റ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് ലാസ്റ്റ് വരുന്ന ഫൈനൽ പാസ് എന്നുള്ള കൺസെപ്റ്റ് അങ്ങനെ വരുന്നത്. n-1, n-2 എന്ന് പറഞ്ഞ ആ ഒരു കേസാണ് ഇവിടെ വരുന്നത്. നോക്കാം, ഇവിടെ എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ഇഫ് a of j greater than a of j plus 1. എന്താ ഇത് j എന്നുള്ളത് ഫസ്റ്റ് 0 ആണല്ലോ. 0 എന്ന് പറഞ്ഞാൽ 0th ഇൻഡെക്സിൽ വരുന്ന വാല്യൂ 0 plus 1 ആണ് ഫസ്റ്റ് വാല്യൂ.
അപ്പോൾ സീറോത്ത് ഇൻഡെക്സിൽ വരുന്ന വാല്യൂ ഫസ്റ്റ് ഇൻഡെക്സിൽ വരുന്ന വാല്യൂവിനേക്കാൾ വലുതാണെങ്കിൽ എന്ത് ചെയ്യണം? സ്വാപ്പ് ചെയ്യണം. അപ്പോൾ സ്വാപ്പ് ചെയ്യാനുള്ള കോഡാണ് എഴുതിയുള്ളത്. സ്വാപ്പ് ചെയ്യാനുള്ള കോഡ് temp is equal to a of j plus 1 a of j plus 1 is equal to temp. നമുക്കറിയാം സ്വാപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കോഡ്. നമുക്ക് എല്ലാം അറിയുന്ന കേസ് തന്നെയാണ്. ഇത് ഗ്രേറ്റർ ദാൻ കൊടുത്തുള്ളത്. ഇത് ലെസ് ദാൻ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിലോ ജസ്റ്റ് റെസിപ്രോക്കൽ ആയിട്ട് വരും. അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ ഇവിടെ അല്ലേ ഗ്രേറ്റർ ദാൻ സിമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ കിട്ടും. ലെസ് ദാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലും പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ നമുക്ക് അതാ ഒരു കാര്യം ചെക്ക് ചെയ്ത് നോക്കേണ്ട കേസ്. അപ്പൊ ഇങ്ങനെ നെക്സ്റ്റ് ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലോ അപ്പൊ ഇവിടെ സീറോത്ത് പൊസിഷനും ഫസ്റ്റ് പൊസിഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നെക്സ്റ്റ് ഐറ്ററേഷൻ വർക്ക് ചെയ്യും. അങ്ങനെ ഓരോ ഐറ്ററേഷൻ ചെക്ക് ചെയ്ത് നോക്കും. ഇത് കംപ്ലീറ്റ് ഒരു ഐറ്ററേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പാസ് കംപ്ലീറ്റ് ആയി. അപ്പൊ പിന്നെ ഈ ലൂപ്പിൽ വരും നെക്സ്റ്റ് പാസ് ചെക്ക് ചെയ്തു. ആ നെക്സ്റ്റ് പാസ് ചെക്ക് ചെയ്യുമ്പോൾ ഐ ഒന്ന് ഇൻക്രിമെന്റ് ആയി ഉണ്ടാവും. അപ്പൊ ഇവിടെ n-1 വരെ ചെക്ക് ചെയ്താൽ മതിയാവും. ലാസ്റ്റത്തെ വരെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇത് സോർട്ട് ചെയ്ത് വരും. ഓക്കെ, ദെൻ ഇത് സോർട്ട് ചെയ്യുന്ന കേസ് നോക്കി ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കുക. സോർട്ടഡ് അറേ ഇപ്പൊ സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അറേയിൽ. എന്നിട്ട് ആ അറേ പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഫോർ i is equal to 0 i less than n i plus plus ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ മതി. %d a of i. ഓക്കെ, നിങ്ങൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ, ഒരു 7 എലമെന്റ്സ് കൊടുത്തു. 7. എൻ്റർ ദ എലമെന്റ്സ് വാല്യൂസ് 4 9 2 15 14 73 15 then 6 ഉണ്ടോ? അൺസോർട്ടഡ് അറേ. അതിനുശേഷം സോർട്ട് ചെയ്തിട്ടുണ്ട്. 4 2 4 6 9 14 15 64. ഓക്കെ, ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ എലമെന്റ് സപ്പോസ് 6 എലമെന്റ്സ് 8 2 9 4 0 1 8 2 9 4 0 1 0 1 2 4 8 9. സോർട്ട് ആയില്ലേ? ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.